ഛർദിൽ മൂലം അവശയായി അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച 7 വയസ്സുകാരിക്ക് കാഷ്വാലിറ്റി വിഭാഗത്തിൽ ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്ന പരാതിയുമായി പിതാവ് രംഗത്ത്. അവശയായ കുട്ടിയെ ഒപിയിലുള്ള ഡോക്ടറുടെ അടുക്കലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കുവാൻ കാഷ്വാലിറ്റിയിൽ നിന്ന് നിർദ്ദേശിച്ചുവെന്നാണ് അടിമാലി 1000 ഏക്കർ സ്വദേശിയായ ജോമോന്റെ പരാതി. സംഭവം ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികളെയും അറിയിച്ചുവെന്നും ജോമോൻ പറയുന്നു. ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. ജോമോനും ഭാര്യയും മകളും യാത്രയിലായിരുന്നു. യാത്രയ്ക്കിടെ കുട്ടിക്ക് കലശലായ ഛർദിൽ അനുഭവപ്പെട്ടുവെന്ന് ജോമോൻ പറയുന്നു. തുടർച്ചയായി ഛർദിച്ചതോടെ കുട്ടി അവശ നിലയിലായി. അടിമാലി ബസ് സ്റ്റാൻഡിലെത്തിയ ശേഷം അവശയായ കുട്ടിയെ ഓട്ടോറിക്ഷയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവശയായി നടക്കാൻ കഴിയാതിരുന്ന കുട്ടിയെ എടുത്ത് കാഷ്വാലിറ്റിയിൽ എത്തിച്ചുവെങ്കിലും കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്നും ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി. ഞങ്ങളൊരു ദൂരയാത്രയിലായിരുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശബ്ദം കൂടുതലായി. കുട്ടി ബസ്സിൽ വെച്ച് ശക്തമായ രീതിയിൽ ഛർദ്ദിച്ച് ബസ്സിൽ കിടക്കുമായിരുന്നു. അടിമാലി വന്നിറങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കുഞ്ഞ് തീരെ അവശതയായിരുന്നു. എൻ്റെ വൈഫ് കുഞ്ഞിനെ തോളിലെടുത്തിരിക്കുകയായിരുന്നു. ആശുപത്രി ചെന്ന് കാഷ്വാലിറ്റി ചീട്ടെടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ചീട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുട്ടിയെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഛർദ്ദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. 2 ഡോക്ടർമാർ അവിടെ ഉണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചീട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്നിട്ട് പീഡിയാട്രിഷ്യനെ നിങ്ങൾ ഒപിയിൽ കൊണ്ട് കാണിക്കാനാണ് അവർ പറയുന്നത്. അവശ നിലയിൽ വരുന്ന ഒരു രോഗിയെ കാഷ്വാലിറ്റിയിലേക്കല്ലാതെ നമ്മൾ ഒപിയിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായതൊരു വലിയ തിക്താനുഭവമാണ്. അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ്. അവശയായിരുന്ന കുട്ടിയെ ഒപിയിലെത്തിച്ച് ചികിത്സ നൽകുന്നത് ആ സമയം പ്രായോഗികമായിരുന്നില്ലെന്ന് ജോമോൻ പറയുന്നു. സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ പ്രായോഗികവും മാനസികവുമായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.